ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ കാരണമാണ് വീഡിയോ ഇടാത്തത്. അപ്പോൾ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും ചെയ്യാത്ത വെറൈറ്റി കണ്ടന്റ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷേ അവരുടെയൊക്കെ കണ്ടന്റ് കണ്ടപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി. പിന്നെ എനിക്ക് നല്ല പേടിയുണ്ട്. ഒന്നാമത് ഏറ്റവും ആദ്യം പറയണം, എനിക്ക് നല്ല പേടിയുണ്ട്. പിന്നെ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ നിങ്ങളത് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ജീവിച്ചു പോട്ടടേ. പിന്നെ അടുത്ത് എന്തോന്നും. അപ്പോൾ എന്താണ് കണ്ടന്റ് എന്ന് പറയുന്നതിന് മുമ്പ് ഇന്ന് എൻ്റെ കൂടെ ഒരു ചലഞ്ചാണ്. ഈ ചലഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാറിനെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. കഷ്ടപ്പെട്ടത് വെറുതെ. എന്റെ പേര് ആൻസൺ എന്നാണ്. ഞങ്ങള് പറഞ്ഞത് 6ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് മുതൽ 10 വരെ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് ഒരു പൊട്ടാക്കുട്ട ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഞങ്ങള് 4 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. റോബിൻ, അർജുൻ, ആൻസനും ഞാനും. നമ്മള് ഒരു ഗ്യാങ്. ഞങ്ങൾക്ക് ഒരു ബെൽറ്റ് ആയിരുന്നു ഗൈസ്. ഇപ്പൊ അർജുൻ റോബിനൊക്കെ പോയി അത് ഭയങ്കര ബിസി പേഴ്സൺസ് ആണ്. അപ്പം എൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പം നിങ്ങൾ മുമ്പത്തെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ അമ്പലത്തിലേക്ക് ഉത്സവ വ്ളോഗിലൊക്കെ ഇവയുണ്ട്. അപ്പം ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്നത്തെ എന്താണ് വീഡിയോ എന്ന് ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് ഇന്ന് ഗൈസ്. പിന്നെ ഞാൻ ഒരുപാട് പറഞ്ഞ് ലാഗ് അടിപ്പിക്കാനില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കൊണ്ട് അതിനെ പറയണം. ഇന്ന് നമ്മൾ ജോളോ ചിപ്പ് ചലഞ്ച് ചെയ്യാണ് ഗൈസ്. ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ ചിപ്സ് ആണ്. അപ്പം അത് ചെയ്യണം. ഇന്ന് രാവിലെയും കൂടെ ഞാൻ അമ്മയുടെ അടുത്ത് കറിക്ക് എരിവ് കൂടിയെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഞാനാണ് ഇന്നെന്താ പറയുക ജോളോ ചിപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഗൈസ്, ഇതാണ് സാധനം. ഇതാണ് നമ്മുടെ ജോളോ. ഇതല്ല സാധനം. ഇതെനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ പൊട്ടിച്ചില്ല. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ വെച്ച് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ. അപ്പം നിങ്ങൾ ജോളോ ചിപ്പ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഒന്ന് ജീവനോടെ ഇരിയടേ. ജീവനോടെ ഇതാണ് സാധനം. ശവപ്പെട്ടിയുടെ ഷേപ്പിലൊക്കെയാണ് ഇരിക്കണ. മിക്കവാറും തിന്നു കഴിയുമ്പോഴത്തേക്ക് ശവപ്പെട്ടിക്ക് എത്താവുമെന്നാണ് തോന്നണം. നമുക്ക് എന്തായാലും നോക്കാം. ജോളോ ചിപ്പ് ലാസ്റ്റ് ചിപ്പ് ചലഞ്ച്. ഇത് അവസാനത്തെ ചിപ്പായിരിക്കും. നീ ചിപ്സ് കഴിക്കൂല, തീരുമെന്നോളാം. എനിക്ക് പേടിയാണ്. എനിക്ക് ചെറിയ രീതിയിലുള്ള പേടി. ഇവ ഒരു റിയാക്ഷൻ ഇടൂല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ നമുക്ക് നോക്കാം. പിന്നെ ഞങ്ങൾ ഇവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ്ട് കണ്ട, അതുകൊണ്ട് ലഡു, ജിലേബി, പാല്, ഐസ്ക്രീം എല്ലാം ഉണ്ട്. നല്ല കവർ ഗൈസ്, നല്ല എഡിഷൻ കൊള്ളാം. അതിൻ്റെ ഇതുണ്ട്. പിന്നെ വേറെ എന്തോന്നുണ്ട്? മറ്റൊരു പേപ്പർ ഉണ്ട്. ആ പേപ്പറാണ് എല്ലാം ഇതിന് പറ്റിച്ച് ഇല്ല. പേപ്പർ കാണില്ല ഗൈസ്. എല്ലാവർക്കും കിട്ടണ ആ പേപ്പർ എനിക്ക് കിട്ടിയില്ല ഗൈസ്. ഇത് ലാസ്റ്റ് ചിപ്പ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഐ സർവൈവ്ഡ് മറ്റേ ഇതിൻ്റെ അകത്തല്ല. ഇത് ലാസ്റ്റ് ചിപ്പ് ചലഞ്ച് എന്നാണ് പറയണത്. ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ചിപ്സ് വെറുക്കും ഗൈസ്. ഇതാണ് സാധനം. പിന്നെ ഇത് കഴിച്ചിട്ട് 5 മിനിറ്റ് എന്താണ് നമ്മൾ വെറുതെ ഇരിക്കണം. 5 മിനിറ്റ് എന്താണ് ഒന്നും കഴിക്കരുത്. 5 മിനിറ്റ് നമ്മൾ വെറുതെ ഇരുന്നിട്ട് വേണം എന്താണ് കുറച്ച് നേരം നമ്മൾ മിണ്ടാതിരിക്കണം എന്നല്ല. 5 മിനിറ്റ് ടൈം കാക്കണം. അപ്പം വിന്നറൊന്നുമല്ല. എത്ര നേരം നല്ല കട്ടിയടാ. ഇയാളെ പറഞ്ഞ എന്നെ അവിടെ പേടിപ്പിക്കാതെ. നീ ഇതാണ് ടൈമർ ഓൺ ആക്കണേ. കഴിച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് വെറുതെ ഇരിക്കണം. 5 മിനിറ്റ് നമ്മൾ വേറെ വെള്ളം കുടിച്ചുകൂടാ. എനിക്ക് എരിവ് സത്യം പറഞ്ഞാൽ എനിക്ക് ശകലം പോലും പറ്റാത്ത ഒരാളാണ്. പിന്നെ എന്തിന്റെ പുറത്താണ് ഞാനിത് ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഹങ്കാരമാണ് ഗൈസ്.
എടാ ഇവിടേക്ക് ഇടോ ഇനിയുണ്ടോ? ആ ഗൈസ് ഞാൻ കിട്ടിയ ഓ പിന്നെ പിന്നെ ഭയങ്കര എരിയല്ലേ ഇയാള് പറഞ്ഞ എരിയൻ. ഓ പിന്നെ നിലക്കൂടെ വേണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇത്ര സ്നേഹം നീ അത് ഇത് വെച്ച് പൊട്ടി എന്താ ഇവിടെ കവർ വരെ ഇരിക്കണം. എനിക്കൊന്നും പറയില്ല ഗൈസ്. നോക്കാം. എന്റെ കൂട്ടുകാരന്മാർക്ക് അറിഞ്ഞിരിക്കണം. ഹലോ ചിലപ്പോ എന്നെ കാണാൻ ഹലോ. മറ്റേ ഈ പൊടിയുണ്ടല്ല, നമ്മള് മുളകൊക്കെ വീട്ടില് വറുക്കുമ്പം ഉള്ള ആ ഒരു സൗണ്ട്, അല്ല ആ ഒരു മണം. അവിടെ നോക്കണ ഒരുമാതിരി വൃത്തിയിട്ടൊരു മണം. ശരിയല്ല. പിന്നെ ഗൈസ് ഇതാണ് സാധനം. കണ്ട ഇത് ഒറ്റ അടിക്ക്. എടാ ഇങ്ങനെ പല്ലിൽ നാക്കി തട്ടരുത്, പല്ലിൽ മാത്രം വെക്ക. പല്ലി വെക്കണോ? പല്ലി വെച്ച് ഇങ്ങനെ കടിക്കുക, നാക്കി തൊടാതെ ഇങ്ങനെ കടിച്ചിങ്ങനെ വിഴുങ്ങ, അങ്ങനെ ചെയ്യാവോ? അല്ല നാക്കി തൊട്ട എനിക്ക് അറിഞ്ഞോളൂ ഗൈസ്. തിന്നെ 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 എന്നില്ലേ? ഓ തിന്നെ. ഓഫ്. ആ നല്ല ടേസ്റ്റ് ഒന്നുമില്ല. നല്ല മുളവിന്റെ എരിവുണ്ടോ? ഒന്നുമില്ല. നല്ല മുളവിന്റെ ടൈമർ ഓണാക്കാൻ വേണ്ട. നിറമുണ്ട്. നല്ല നല്ല എരിവുണ്ട്. എരിവില്ലെന്ന് പറഞ്ഞവനാ ഫസ്റ്റ് അടിക്കണം. അയ്യോ എന്ത് പറ്റി? മലയാള അക്ഷരം പഠിക്കുന്നതാ. എനിക്ക് അത്ര ഇരിയായിട്ട് തോന്നില്ല ബ്രോ, എനിക്ക് അത്ര ഇരിയായിട്ട് തോന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു എരിവൊട്ടും എനിക്ക് പറ്റാത്ത ആളാണ്. അതേപോലെ വിളിക്കട്ടെ ആംബുലൻസ്. ഓ എന്നെ പോയി മെഴുകുന്നു. അത് ഓൺ ചെയ്താ 10:30 35 സമയം. ഞാൻ നോക്കട്ടെ മാക്സിമം. അയ്യോ കാര്യം എനിക്ക് പഠിപ്പിക്കാൻ പോകാനുള്ളത്. പക്ഷെ പിള്ളേർക്ക് നിൽക്കാതെ അവധിയായിരിക്കും. ഞാൻ വീഡിയോ കൂടെ പ്രഖ്യാപിക്കുകയാണ്. ഹാപ്പി ഹാപ്പി പിള്ളേർ ഹാപ്പി. നിങ്ങളുടെ അധ്യാപകൻ പെട്ടു ഗൈസ്. എനിക്ക് ഒരു എരിയില്ല. പിന്നെ അത്രയും തിന്നണം. ഞാൻ പകുതി ഇരുന്ന് പിന്നെ അത്ര ഇല്ലടാ. തിന്ന പത്ത് മുപ്പത്തൊന്നായി. ഐസ്ക്രീം ഒക്കെ മൂക്കിലൊന്നും പറ്റി തൊടല്ലേ. ആ ചെറിയ രീതിയിലൊരു എരിവുണ്ട്. ചെറിയ രീതിയിൽ നല്ല രീതിയിലുണ്ട് എരിവ്. എനിക്കിപ്പോ ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട്. ഈ ചുണ്ടിലൊക്കെ ഭയങ്കരമായിട്ട് എരിവ് നിൽക്കുന്നുണ്ട്. എനിക്കിതാ ഇവിടെ ചെവിക്കകത്തുണ്ടല്ല, തൊണ്ടയിലൊക്കെ ഒരു പിടിപ്പ്. എനിക്ക് ചുണ്ടിലാണ് മൂക്കൊക്കെ കണ്ട. എനിക്ക് ഒരിടവും പിടിക്കാൻ വയ്യ. പിടിച്ച ഇവിടെ ഇപ്പൊ പാല് മാത്രമേ കുടിക്കുന്നുള്ളൂ. പഴയ മിമിക്രിക്കാരനാ, പേപ്പട്ടി അനുകരിക്കുക. അയ്യോ എരിഞ്ഞ് കേറണ ഗൈസ്. തൈര് അഭിനയിക്കണമെന്ന് വിചാരിക്കും. സത്യം പറഞ്ഞു നിങ്ങളെ ചോദിക്കും എന്തിന്റെ കേടായെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് എന്തിന്റെ കേടായെന്ന്. എല്ലാരും ചെയ്തു, നമ്മളും ചെയ്തു. അത്ര ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയതാണ്.
ഇതാരത്തെ ട്രൈ ചെയ്യാൻ ഞാൻ പറയൂല. പിന്നെ എന്നെ പോലെ ഇങ്ങനെ മൂത്ത് കിടക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ചെയ്യാം. കഴപ്പ് തീരും. ഐ സർവൈവ്ഡ്. എത്ര സമയം? എത്രയായി? 33. 2 മിനിറ്റോടെ നമ്മൾ പിടിച്ചിരിക്കണം. അല്ല ഈ മറ്റേ അലിമെന്ററി കനാലൊക്കെ എന്താ പോലെ ഒരു തീ പോലെ പോകുന്നുണ്ട്. വാവുമായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത് അഭിനയിക്കുന്നതാണെന്ന്. അങ്ങനത്തെ കാര്യം ചിരിക്കണാടാ പന്നി. ഒരു എരിവില്ല എന്നൊക്കെയാണ് പറയാം. ഞാൻ ആദ്യമേ പറയണോണ്ട് എന്നെ കൊണ്ട് എരിവ് പറ്റൂല. എനിക്ക് ഒട്ടും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒടുക്കമായപ്പോ കയ്യിൽ നിന്ന് പോയി. 5 മിനിറ്റ് നമ്മൾ പിടിച്ചിരിക്കണം. ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞ് 10:30 നമ്മൾ കഴിച്ചത്. സ്റ്റാർട്ടിങ്ങില് റിയാക്ഷൻ തുടങ്ങി, പക്ഷെ ഞങ്ങൾക്ക് 3 മിനിറ്റിലാണ് എരി വന്നത്. ഗൈസ് ഞാനാണ് ക്യാമറ തൊണ്ടേക്ക്. ഗൈസ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ ചോക്ലേറ്റ് ജോളോ ചിപ്പിന്റെ ചെയ്യുന്നുണ്ട്. അച്ചു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ചു ഇത് എൻ്റെ അച്ചു എന്ന് പറയുന്നത് എൻ്റെ അനിയൻ. അവന് കൊടുക്കാതെ തിന്നേൽ അവന് ഭയങ്കര വിഷമമുണ്ട്. അപ്പം അവൻ പറഞ്ഞ് ഇപ്പം എൻ്റെ ജോളോ ചിപ്പ് ചോക്ലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്താൽ മതി. പക്ഷേ ഈ കണ്ടീഷനാണെങ്കിൽ ചെയ്യുമെന്ന് തോന്നുന്ന ലക്ഷണമില്ല. പക്ഷെ എവനെയും കൂടെ വെച്ചാൽ ഞാൻ വേണമെങ്കിൽ ചോക്ലേറ്റ് ചെല്ലുമ്പോൾ അവന് മാത്രമായിട്ട് ഞാൻ ചോക്ലേറ്റ് ചിപ്പിൻ്റെ റിയാക്ഷൻ എടുക്കാം. ചോക്ലേറ്റ് ചിലർ പറയുന്നുണ്ട് ഇതിൻ്റെ കാലും എരിവാണ്, ചിലർ പറയുന്നത് ഇതിൻ്റെ അത്ര എരിവില്ല. പക്ഷെ അറിഞ്ഞൂടെ. 5 മിനിറ്റായി. 5 മിനിറ്റായി ഗൈസ്. 10:35. ഫസ്റ്റ് ഞാൻ വെള്ളം എടുക്കട്ടെ. ഞാൻ ലഡ്ഡു എടുക്കട്ടെ. ഇപ്പോൾ ഒരു എരിവിനൊരു ആശ്വാസമുണ്ട്. പക്ഷെ ഭയങ്കര എരിവെന്ന് പറയാനായിട്ടില്ല ഗൈസ്. ഞാൻ ഐസ്ക്രീം കഴിക്കുകയാണ്. ഞാൻ ജിലേബി കഴിക്കുന്നില്ലേ? എരിവുണ്ടാവും ചെറിയ രീതിയിൽ. മുക്കി നിൽക്കുക. കുണ്ടിലരി പോയി ഗൈസ്. നമുക്ക് എവിടെ ചെല്ലണം? കയ്യബദ്ധത്തിൽ പൊട്ടിയതാണ്. മിക്കവാറും ചോക്ലേറ്റ് ജോളോ ചിപ്പിന്റെ ചിലത് കാണത്തില്ലെന്നാണ്. അത് ആരും മണി വരത്തില്ലെന്നാണ് തോന്നുന്നത്. ഒരു മടിയാ. നാക്കില് വലിയ എരിവ് ഇപ്പൊ തോന്നല്ല, പക്ഷെ ഉണ്ടോ നാക്കിൽ എരിവുണ്ട്. അല്ലെങ്കിൽ ഇഷ്ടമായി. തണുത്തുള്ള കുടിച്ചോണ്ടിരിക്കുമ്പോ ശമനമുണ്ടോ ശരീരം? നിങ്ങൾ ആരും ഒന്ന് ട്രൈ ചെയ്യല്ലേ. എന്നെ പോലെ മൂത്ത് കിടക്കുന്നവരാണെങ്കിൽ ചെയ്തോ, എനിക്കൊന്നും പറയില്ല. അല്ലാത്ത പിള്ളേരൊന്നും ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. എരി സഹിക്കാൻ പറ്റുന്ന ടീംസ് ആണെങ്കിൽ ടേസ്റ്റ് വൈസ് ഒക്കെ ആണെങ്കിൽ ടേസ്റ്റ് ഒന്നും ഇല്ലല്ലേ, ഒരു വൃത്തിയിട്ടൊരു ടേസ്റ്റ്, പക്ഷെ നല്ല എരിവ്. ഫിറോസിക്ക് പറയുന്നത് എരിവില്ല, പക്ഷെ നല്ല എരിവുണ്ട് കേട്ടോ. ആ പ്രായത്തിലുള്ള ഗഡീസിനൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും കേസ്. അങ്ങനെ തിരിയാക്കുള്ളൂ. ഒന്നാമത് എരിവ് തീരെ പറ്റൂല. ഇതിൻ്റെ കൂടെ ഇത്ര എരിവാകുമ്പോൾ ചെവിയൊക്കെ ചെവിയൊക്കെ ചെവി കിടന്നു. ചെവി പിടിച്ച് തൊട്ട് കൊടുത്ത് വെള്ളം കൂടി തമാശ അടിക്കുന്ന ഈ കൈ വെച്ച് അടിച്ചു തരും. ഞാനെങ്കിൽ ഈ കൈ വെച്ചടിക്കും. കഴിക്കുന്ന സമയത്ത് കുഴപ്പമില്ല. ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അച്ഛനോട് തിന്നാൻ വെച്ച പറഞ്ഞു. അച്ഛൻ ചിലപ്പോൾ കൈയോടെ ഇരിക്കും, പക്ഷേ അച്ഛൻ തരത്തില്ല.
അച്ഛൻ സ്കൂളിൽ പോയി. അച്ഛൻ തിരിച്ചു ഐസ്ക്രീം മാത്രം കൊടുക്കാം. ഐസ്ക്രീം കുറേ തിന്നോ. പിന്നെ പാലുണ്ട്, പാലെടുത്തിട്ടില്ല. അതിന് വേണ്ടി മാത്രമാണ് പാല് വാങ്ങിച്ചത്. പാല് കുഴിച്ചോളെന്ന് പറഞ്ഞാൽ അതെല്ലാം പാല് വാങ്ങിച്ചാൽ അതെ. ഗൈസ് നീറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഐസ്ക്രീം കഴിക്കുമ്പോൾ പറ്റുന്നില്ലടാ. ഇതൊക്കെ എന്ത് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല, കാരണം ഒന്നാമത് കെമിക്കൽസ് ഒക്കെ വെച്ചാൽ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള സാധനം. നീ എക്സ്പെരിമെന്റ് നോക്കിയിരുന്നു? എത്ര ഡേയ്സ് ആണ്? അങ്ങനെ ഒരു ഗംഭീരകരമായ വീഡിയോയുടെ അവസാന ഘട്ടത്തിൽ എത്തി തോന്നുന്നു. ആദ്യം കൂടെ എത്തിച്ചാല് too much അല്ല, 3 much. അതുപോലെ എനിക്ക് വായന ഇവിടെ നിന്നൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഒരുമാതിരി കോച്ചി പിടിക്കണം. അത്ര ഞാനിപ്പോ നോർമലാണ്. എനിക്ക് ആ 3ാമത്തെ മിനിറ്റ് ചുണ്ടിന്റെ അവിടെ ഒരു എരിവുണ്ട്, അത് മാത്രമാണ് എന്നോട്. പിന്നെ ഓക്കെ, ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നാമത് കുട്ടികളൊന്നും ട്രൈ ചെയ്യരുത്. ഒന്നാമത് കെമിക്കൽസ് ഒക്കെ കൊണ്ടായിരിക്കും ഉണ്ടാക്കിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ ഇത് കൂടെ ആകുമ്പോൾ ഇതാണ് അച്ഛൻ വേണമെന്ന് പറഞ്ഞത്. അച്ഛൻ വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം, പക്ഷെ അച്ഛൻ ഒറ്റയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ ചലഞ്ചിലില്ല. സോറി ഗൈസ്, സോറി. ഇതോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായി ഞാൻ പ്രഖ്യാപിക്കണം. എനിക്ക് വയ്യ. ശുഭദിനം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.